ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം പിന്നെയും മഹത്വപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ചകളിൽ ദൈവഭക്തി എന്താണ്, ദൈവഭക്തിയുടെ അനിവാര്യത എന്താണ്, അതുപോലെ ദൈവഭക്തനായിരിക്കുന്നവൻ്റെ അനുഗ്രഹങ്ങൾ എന്താണ് ഇത്യാദി കാര്യങ്ങൾ നമ്മൾ കാണുകയുണ്ടായി. അതിനുശേഷം ദൈവഭക്തിയുടെ മർമ്മം എന്താണ് എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ച അല്പമായിട്ട് ചിന്തിക്കുവാനായിട്ട് ദൈവം സഹായിച്ചു. ദൈവഭക്തിയുടെ മർമ്മം ആരാണ് എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ അത് കർത്താവായ യേശു ക്രിസ്തുവാണ് എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. ദൈവഭക്തിയെ ഈ ഭൂമിയിൽ മനുഷ്യർക്ക് വരച്ചു കാട്ടിയത് കർത്താവായ യേശു ക്രിസ്തുവാണ്. തൻ്റെ ജീവിതമാണ് ഏറ്റവും വ്യക്തമായി ദൈവം ആരാണെന്ന് ഭൂമിയിലുള്ള മനുഷ്യർക്ക് മനസ്സിലാക്കി തന്നത്. ദൈവത്തെക്കുറിച്ചിട്ട് ലോകത്തിലെമ്പാടുമുള്ള എല്ലാ മനുഷ്യർക്കും പല രീതിയിലുള്ള ചിന്താഗതികളുണ്ട്. ചിലർ ദൈവത്തെ, നമുക്കറിയാം, ജാതികളുടെ ഇടയിൽ പലരും ദൈവം എന്ന് സങ്കല്പിച്ച് വരച്ചു വയ്ക്കുന്ന രൂപങ്ങൾ കണ്ട ഭീകരനാണ്, ഭീകരരൂപിയാണ്. വാസ്തവത്തിൽ അത് സത്യദൈവമല്ല. സത്യദൈവത്തെക്കുറിച്ച് നമ്മൾ പഴയ നിയമത്തിൽ വായിച്ചു വരുമ്പോഴും നമുക്ക് തോന്നും വളരെ കണിശക്കാരനാണ്, വളരെ പെട്ടെന്ന് കോപിക്കുന്ന, അങ്ങനെയൊക്കെ ഒരു തോന്നൽ നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോകും. എന്നാൽ ദൈവം അങ്ങനെയൊന്നുമല്ല എന്ന് ദൈവവചനം ആഴത്തിൽ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ദൈവത്തെക്കുറിച്ച് ഒറ്റ വാക്കിൽ ദൈവം പറയുകയാണെങ്കിൽ ദൈവം സ്നേഹം തന്നെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ സകല പ്രവൃത്തികളുടെയും സോഴ്സ്, ആരംഭം എന്ന് പറയുന്നത് സ്നേഹത്തിൽ നിന്നാണ്. സ്നേഹം കൊണ്ടാണ് താൻ ശിക്ഷിക്കുന്നത്, സ്നേഹം കൊണ്ടാണ് താൻ നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ അവനിലൂടെ ഈ മനുഷ്യർക്ക് പ്രദർശിപ്പിക്കപ്പെടാതിരുന്ന ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. അങ്ങനെ കാണാതെ ഇരുന്ന ഈ മഹാദൈവം ആരാണെന്ന് മനുഷ്യർക്ക് മനസ്സിലാക്കി കൊടുത്തത് തൻ്റെ പുത്രൻ ആണ്. അവൻ ഈ ഭൂമിയിൽ വന്നപ്പോൾ പിതാവിനെ, സർവശക്തനായ ദൈവത്തെ ഭൂമിക്ക് വരച്ച് കാണിച്ച് കൊടുക്കുകയുണ്ടായി. അത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിക്കുവാനായിട്ട് ഇടയായി. ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തോടുള്ള അനുസരണക്കേട് നിമിത്തം തൻ്റെ ദിവ്യ സ്വഭാവത്തിൽ നാശം വരുത്തി, അല്ലെങ്കിൽ പാപത്തിന് അധീനനായിട്ട് അവൻ തീർന്നു. ഈ പാപം അവനിൽ വന്നതോടുകൂടെ അവൻ്റെ ആ ദിവ്യമായിരിക്കുന്ന സ്വഭാവം കളങ്കപ്പെട്ടു. ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ഉണ്ടാക്കപ്പെട്ട മനുഷ്യൻ്റെ റിയൽ ഫേസ് നഷ്ടപ്പെട്ടു പോയി. അവൻ ഫേസ്ലെസ് ആയി തീർന്നു. ശരിക്കും പറഞ്ഞാൽ പാപം എന്നുള്ളത് അതിപ്രസരമായിട്ട് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. അങ്ങനെ ഒരു പർട്ടിക്കുലർ സ്റ്റേജിലെത്തിയപ്പോൾ മനുഷ്യവർഗത്തെ ദൈവം പറയുന്നത് ഇങ്ങനെയാണ്: അവരെ സൃഷ്ടിക്കുക കൊണ്ട് ദൈവം അനുതപിച്ചു എന്നാണ് പറയുന്നത്. അത്രമാത്രം ദൈവത്തിന് വിഷമവും ദുഃഖവുമായി തീർന്നു മനുഷ്യൻ്റെ ബിഹേവിയർ. എന്നാൽ ദൈവം ഒരു മനുഷ്യന് കൃപ നൽകി, നോഹ. അങ്ങനെ ദൈവം ഈ ലോകത്തെ ന്യായം വിധിച്ചു, പുതിയൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആരംഭിച്ചു. അവിടെ നിന്നും കാലങ്ങൾ പിന്നിട്ടു. പിന്നെയും മനുഷ്യർ ദൈവത്തിനെതിരെ മത്സരിച്ചു. ദൈവം മനുഷ്യരോട് പറഞ്ഞു, നിങ്ങൾ ഭൂലോകത്തിലെങ്ങും ചിതറിപ്പാർക്കണം. പക്ഷെ അവർ എന്ത് ചെയ്തു? ഒരു സ്ഥലത്ത് പോയി അവർ പറഞ്ഞു, നമുക്കൊരു പേരുണ്ടാക്കണം, നമ്മൾ ചിതറിപ്പോകാതിരിക്കണം. ദൈവം പറഞ്ഞതിന് എക്സാക്റ്റ് ഓപ്പോസിറ്റായിട്ട് അവർ ബിഹേവ് ചെയ്യാനായിട്ട് തുടങ്ങി. എന്നാൽ അവരുടെ ഇടയിൽ നിന്ന് ഒരു മനുഷ്യനെ ദൈവം വിളിച്ചു വേർതിരിച്ചു, അബ്രഹാം. നമുക്കറിയാം ഈ ചരിത്രങ്ങളൊക്കെ. അങ്ങനെ അബ്രഹാമിലൂടെ ദൈവം പിന്നെയും തൻ്റെ പദ്ധതി ആരംഭിക്കുവാനായി, നിന്റെ സന്തതി മുഖാന്തരം സകല സൃഷ്ടികളും സർവ്വഭൂലോകവും അനുഗ്രഹിക്കപ്പെടുമെന്ന് വാഗ്ദത്തം അബ്രഹാമിന് ദൈവം നൽകി. ആ അബ്രഹാമിൻ്റെ വാഗ്ദത്തം തൻ്റെ മകനായ ഇസഹാക്കിനും അതിനുശേഷം തൻ്റെ മകനായ യാക്കോബിനും ദൈവം ആവർത്തിച്ച് ഉറപ്പാക്കി കൊടുത്തു. അതിനുശേഷം ദാവീദ് എന്ന തൻ്റെ ദാസന് ആ കാര്യം ഉറപ്പാക്കി കൊടുത്തു: നിന്റെ സന്തതി. അങ്ങനെ ആ സന്തതിയായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്ന് വന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, ദൈവത്തിൻ്റെ പുത്രൻ, ഒരു മനുഷ്യനായി ഈ ഭൂമിയിൽ കടന്നു വന്ന് ഈ ഭൂലോകത്തിന് കാണിച്ചു തന്നത് സാക്ഷാൽ ദൈവം ആരാണെന്നാണ്. കർത്താവിനോട് തൻ്റെ ശിഷ്യനായിരുന്ന ഫിലിപ്പോസ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു: ഞങ്ങൾക്ക് പിതാവിനെ ഒന്ന് കാണിച്ചു തരണം. കർത്താവ് പറഞ്ഞു, നീ പിതാവിനെ കാണിച്ചു തരണമെന്ന് പറയുന്നത് എന്താണ്? ഇത്ര കാലം നീ എന്നോട് കൂടിയിരുന്നിട്ട് എന്നെ നീ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞു. കർത്താവ് പിതാവിൻ്റെ റിപ്ലിക്ക എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. പിതാവിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ ആരിലുണ്ടായിരുന്നു? പുത്രനിലുണ്ടായിരുന്നു.
പുത്രനെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് പറയുവാൻ തക്കവണ്ണം സമ്പൂർണമായിട്ട് പിതാവിൻ്റെ സർവ്വ സ്വഭാവങ്ങളും പുത്രൻ ഈ ഭൂമിക്ക് വെളിപ്പെടുത്തി തന്നു. അങ്ങനെ അദൃശ്യനായ ദൈവം ദൃശ്യനായി ഈ ഭൂമിക്ക് വെളിപ്പെട്ടു. അവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. എന്തിനാണ് ഇതൊക്കെ ദൈവം ചെയ്തത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ പിറകിലുള്ള ഉദ്ദേശ്യം ഒന്നാണ്. ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട ആദം തൻ്റെ സ്വഭാവം നശിപ്പിച്ചു കളഞ്ഞു. ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ പോലും ദൈവത്തിൻ്റെ സ്വഭാവമുള്ളവൻ പിന്നീട് ഉണ്ടായിട്ടില്ല. അൺടിൽ ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. മനസ്സിലായല്ലോ? കർത്താവായ യേശു ക്രിസ്തു വെളിപ്പെടുന്നത് വരെ ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ അവനെ രണ്ടാമത്തെ മനുഷ്യൻ എന്ന് വിളിച്ചിരിക്കുന്നത്. നമ്മളത് മനസ്സിലാക്കണം. 1 കൊരിന്ത്യർ 15 അധ്യായത്തിലെ പദം ഉപയോഗിച്ചിട്ടുണ്ട്, രണ്ടാമത്തെ മനുഷ്യൻ. ഒന്നാമത്തെ മനുഷ്യൻ ദൈവാനുരൂപപ്രകാരം സൃഷ്ടിക്കപ്പെട്ടു, അവനത് നശിപ്പിച്ചു കളഞ്ഞു. ഇതാ ഒടുക്കത്തെ ആദാം, രണ്ടാമത്തെ മനുഷ്യൻ. ഒടുക്കത്തെ ആദാം എന്ന് പറയുകയാൽ ഇനിയൊരാദാം വരാൻ ഇല്ല. രണ്ടാമത്തെ മനുഷ്യൻ എന്ന് പറഞ്ഞിരിക്കാൻ ഇനിയും മനുഷ്യരുണ്ടാകുമെന്ന് അതിനാൽ ദൈവം സൂചിപ്പിക്കുന്നു. ആ മനുഷ്യരാരാണ്? ആ മനുഷ്യർ നാം ഓരോരുത്തരും ആണ്. അങ്ങനെയാണ് ബൈബിൾ പറയുന്നത്. ക്രിസ്തുവിന് ഉള്ളവർ അവൻ്റെ വരവിങ്കൽ. ക്രിസ്തുവിനോട് കൂടെ എഴുന്നേൽക്കുവാനായിട്ട് ഒരു ജനറേഷനെ ദൈവം പണിതുകൊണ്ടിരിക്കുകയാണ്. നാം ഓരോരുത്തരും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യരാണ്. കൊലോസ്യ ലേഖനത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട് അല്ലേ? ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. ഇതാണ് നമ്മുടെ വിളിയുടെ പ്രൈമറി ഫോക്കസ്. ഇതിനു വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട ആദം നശിപ്പിച്ച് കളഞ്ഞ ആ ഓപ്പർച്യൂണിറ്റി, സാധ്യത തൻ്റെ പുത്രനിലൂടെ പിന്നെയും പിതാവ് നമുക്ക് സാധ്യമാക്കി തന്നിരിക്കുകയാണ്, അവസരമാക്കി തന്നിരിക്കുകയാണ്. തൻ്റെ പുത്രനെ പോലെ നാം ജീവിക്കുമെങ്കിൽ ആ ദൈവാനുരൂപം നമ്മളിൽ വെളിപ്പെട്ട് വരും. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ അരികിൽ ഒരു കുടുക്ക് ചോദ്യവുമായിട്ട് ചിലർ കടന്നു വന്നു. ഹെരോദ്യരുടെ കൂടെ പരീക്ഷന്മാർ വന്നിട്ടാണ് ഈ സൂത്രപ്പണി ചെയ്തത്. അതായത് കർത്താവിനെ വാക്കിൽ കൊടുക്കണം. എന്നിട്ട് കർത്താവിനോടൊരു ചോദ്യം ചോദിച്ചു. കൈസർക്ക് ഗുരു, നീ സത്യവാനും നീതിമാനും എന്നൊക്കെ പറഞ്ഞ് വളരെ പോളിഷ് ചെയ്തു ഒരു ആദ്യം. എന്നിട്ട് ഇത് കർത്താവിന് നന്നായിട്ട് അറിയാം, കർത്താവിൻ്റെ ഹൃദയത്തെ അറിയുന്നവനാണ്. കർത്താവിനോട് പറഞ്ഞു, കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ? കർത്താവിനെ എങ്ങനെ കൊടുക്കാമെന്നാണ് അവർ ചിന്തിച്ചത്. കൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ കൈസരുടെ ഒറ്റുകാർ കർത്താവിന് പ്രശ്നം സൃഷ്ടിക്കും. കൊടുക്കണം എന്ന് പറഞ്ഞാൽ പരീശന്മാർ പറയും ഇവൻ റോമക്കാരുടെ ആളാണെന്ന് പറയും. ഇതായിരുന്നു അവരുടെ തന്ത്രം. നമ്മുടെ കർത്താവിൻ്റെ അടുക്കൽ ഈ വക തന്ത്രമൊന്നും ഭരിക്കില്ലല്ലോ. അവരുടെ ഹൃദയത്തെ അറിയുന്ന, അവരെ ഉണ്ടാക്കിയ ഈ സ്രഷ്ടാവിൻ്റെ മുമ്പിൽ ഈ വക കുടുക്കു ചോദ്യവും കൊണ്ട് ചെന്നാൽ കാര്യമില്ലല്ലോ. കർത്താവ് അതിന് കൊടുത്ത ഉത്തരം വളരെ മനോഹരമാണ്. ഒരു നാണയം തരാൻ പറഞ്ഞു. ആ നാണയത്തെ നോക്കിയിട്ട് പറഞ്ഞു, ഇതിൽ കാണുന്ന മുദ്ര ആരുടേതാണ് എന്ന് ചോദിച്ചു. അപ്പോൾ അത് കൈസറുടേതാണെന്ന് പറഞ്ഞു. എന്നിട്ട് കർത്താവ് ഗോൾഡൻ സ്റ്റേറ്റ്മെൻറ്റ് അവിടെ പറയുകയാണ്, കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കാൻ പറഞ്ഞു. അവർക്കത് മനസ്സിലായില്ല അതിൻ്റെ അർത്ഥം കൃത്യമായിട്ട്. അവരാകെ നാണിച്ച് മടങ്ങിപ്പോവുക മാത്രമേ ചെയ്തത്. എന്നാൽ കർത്താവ് അവിടെ ഉദ്ദേശിച്ച ഒരു കാര്യമുണ്ട്. ആ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കൈസരുടെ രൂപമുള്ള ഈ നാണയം കൈസർക്കുള്ളതാണ്, അതിൻ്റെ ഓണർഷിപ്പ് കൈസരുടേതാണ്. എന്നാൽ ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട നിങ്ങൾ ദൈവത്തിനുള്ളവരാണ്. അതായിരുന്നു അതിൻ്റെ അർത്ഥം. എന്നാൽ അത് മനസ്സിലാക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇവർ പിശാച് എന്ന പിതാവിൻ്റെ മക്കളായിരുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട നമ്മുടെ മേലാണ് ആ ഇംപ്രഷൻ വരേണ്ടത്. പറഞ്ഞു മനസ്സിലായോ? പക്ഷെ അതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് നമ്മിലുള്ള പാപമാണ്. ഇതാണ് അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനം 7 അധ്യായത്തിൽ കരയുന്നത്. ഞാൻ അരിഷ്ട മനുഷ്യൻ, എനിക്ക് നന്നായി ചെയ്യണമെന്നും ജീവിക്കണമെന്നും ആഗ്രഹമുണ്ട്, പക്ഷേ എൻ്റെ ശരീരത്തിലുള്ള പാപത്തിൻ്റെ പ്രമാണം എന്നെ അതിന് സമ്മതിക്കുന്നില്ല. എനിക്ക് നന്മ ചെയ്യാൻ ആഗ്രഹമുണ്ട്, എനിക്ക് നടക്കുന്നില്ല. ഞാൻ ഇച്ഛിക്കാത്ത തിന്മ എത്ര ചെയ്യുന്നു. ഇങ്ങനെ ഇരിക്കുന്ന മനുഷ്യകുലത്തെ ദൈവത്തോട് നിരപ്പിക്കുവാനായി
ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിൽ പാപനിമിത്തവും പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. അടുത്തത്, ജഡത്തെ അല്ല ആത്മാവിനെ അത്രേ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ദൈവത്തിൻ്റെ നീതി നിവൃത്തി ആകേണ്ടതിന് തന്നെ. സൊല്യൂഷൻ അവിടെ തന്നു. എന്താണ്? ആത്മാവിനെ അനുസരിച്ച് നടക്കണം, ജഡത്തെ അല്ല. കാരണം ജഡത്തിൽ പാപമുണ്ട്. ജഡത്തെ തോൽപ്പിച്ച് പാപത്തിന് കീഴ്പ്പെടാതെ ആത്മാവിന് സ്വരം ചെവി കൊടുത്ത് ആത്മാവിൻ്റെ സ്വരത്തിനടുത്ത് അനുസരിച്ച് ജീവിച്ചാൽ നമ്മൾക്ക് ഇത് സാധ്യമാണ്. ദൈവം എന്തു ചെയ്തു അതിനു വേണ്ടി? ദൈവം ചെയ്ത കാര്യം നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. അത് ഞാൻ അതിലേക്ക് കടന്നു വരികയാണ്. അതിനു മുമ്പ് നമുക്കൊരു വാക്യം വായിക്കാം. അതിനെ റോമാലേഖനം 8:29-30 വാക്യം നമുക്കൊന്ന് വായിക്കാം. റോമാലേഖനം 8:29-30. ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് ഇതാണ്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇത് നമുക്കറിയാവുന്ന വാക്യമാണ്. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു വാക്യമാണത്. അതായത് തൻ്റെ പുത്രനാണ് ഒന്നാമത്തവൻ, ആദ്യ ജാതൻ. അവൻ്റെ പിന്നാലെ അവനുള്ളവർ, അവരൊക്കെ എങ്ങനെയായിരിക്കണം? അവനോട് അനുരൂപരായിരിക്കണം. പ്രിയ ദൈവമക്കളെ, നമ്മൾക്ക് തന്നിട്ടുള്ള ടാസ്ക് എന്ന് പറയുന്നത് അവനോട് അനുരൂപരായി തീരുക എന്നുള്ളതാണ്. നമ്മൾ ലക്ഷ്യബോധം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ മറ്റ് പലതിലുമായിരിക്കും നമ്മുടെ ശ്രദ്ധ. നമ്മളുടെ ശ്രദ്ധ പലപ്പോഴും നമ്മുടെ ഫോക്കസ് കൊടുക്കേണ്ട സ്ഥലത്ത് നിന്ന് മാറിപ്പോവുകയാണ്. അതെന്താണ്? ഞാൻ എന്തിനു വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നു, ദൈവത്തിൻ്റെ ഉദ്ദേശ്യം എന്താണ് എന്നുള്ള ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ പതുക്കെ മാറി പോവുകയാണ്. നമ്മുടെ ലക്ഷ്യം മറ്റു പലതിലും ചെന്നെത്തുകയാണ്. ചിലർ ഭൗതികമായ നേട്ടങ്ങളുടെ പിറകിലാണ്, മറ്റു ചിലർ ആത്മീക നേട്ടങ്ങൾ എന്ന് പറയുന്ന അനേക കർമ്മങ്ങളുടെയും ക്രിയകളുടെയും പിന്നിലാണ്, മറ്റു ചിലർക്ക് സഭയിൽ മേധാവിത്വം വേണമെന്നാണ്, സഭയാണ് വലിയ കാര്യം എന്ന് പറഞ്ഞ് അതിൻ്റെ പിറകിലാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഇതൊക്കെ താൽക്കാലികമാണ്. ഇതൊന്നും നിലനിൽക്കാൻ പോകുന്ന കാര്യങ്ങളല്ല. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ സഹോദര എന്താ ഈ പറഞ്ഞ സഭ? ഞാൻ പറയുന്ന സഭ, ഇവിടെ കാണുന്ന നമ്മളുടെ കൂട്ടത്തെക്കുറിച്ചാണ് ഞാനീ പറയുന്നത്. ഈ ലോക്കൽ അസംബ്ലീസ്, ദൈവത്തിൻ്റെ സഭ നിത്യത മുഴുവനും ഉണ്ടായിരിക്കും, അതിൽ ഒരു വ്യത്യാസവുമില്ല. എന്നാൽ നമ്മൾ ഇന്നിവിടെ കൂടുന്ന ഈ ലോക്കൽ അസംബ്ലീസ്, ഇവിടുത്തെ നേതൃത്വം, ഇവിടുത്തെ നടത്തിപ്പുകൾ, ഇവിടുത്തെ മിനിസ്ട്രീസ്, ഇതൊക്കെ കർത്താവ് വരുന്നത് ഒരു മാത്രമേ ഉള്ളൂ. അത് കഴിയുമ്പോൾ നിൽക്കും. നല്ലൊരു പങ്കും വിശ്വാസികളുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നത് എവിടെയാണെന്നറിയാമോ? സഭയ്ക്കകത്താണ്. അവിടെ സ്ഥാനങ്ങൾ കിട്ടാൻ, അവിടെ ശുശ്രൂഷകൾ കിട്ടാൻ, പേര് കിട്ടാൻ, പ്രശസ്തി കിട്ടാൻ വലിയ യുദ്ധമാണ്. എന്താ കാരണമെന്നറിയാമോ? ലക്ഷ്യം നഷ്ടപ്പെട്ടു പോയി. നീ ഈ ലോകത്തിൽ എന്ത് നാമം ധരിച്ചാലും, നീ എത്ര പ്രശസ്തനായാലും, എത്രമാത്രം ഉന്നതനായാലും ദൈവത്തിന് അതൊരു വിഷയമേ അല്ല. ദൈവത്തിന് ഒരു വിഷയമേ ഉള്ളൂ, നീ എത്രമാത്രം തൻ്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപനായിട്ടുണ്ട്. അതാണ് ചലഞ്ച്. അതിലപ്പുറത്തൊരു ചലഞ്ചുമില്ല, ഇപ്പുറത്തൊരു ചലഞ്ചുമില്ല കർത്താവിന്. അതിനു വേണ്ടിയാണ് തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു തന്നത്. എന്തിനാണ്? നമുക്ക് മുമ്പിൽ മാതൃകാപരമായി ജീവിച്ച ഒരു മർത്യനെ കാണിച്ചു തരാൻ വേണ്ടി, ഒരു മനുഷ്യനെ. ഞാൻ പറഞ്ഞല്ലോ, ആദാം ആ പൊട്ടൻഷ്യൽ ഉള്ളവനായിരുന്നു, പക്ഷെ അനുസരണക്കേടിനാൽ അതവൻ നശിപ്പിച്ചു കളഞ്ഞു. ഒരൊറ്റ മനുഷ്യൻ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ ജനിക്കുന്നത് വരെ ഒരു മനുഷ്യനെ പോലെ ജീവിച്ചില്ല. ഞാനത് പറയുമ്പോൾ ഒരു മനുഷ്യനെ പോലെ ജീവിച്ചില്ല എന്ന് പറഞ്ഞാൽ ദൈവഹിതപ്രകാരമുള്ള ഒരു മനുഷ്യനെ പോലെ ജീവിച്ചില്ല. എല്ലാവരും പാപികളായിരുന്നു. എന്നാൽ ഇതാ പരിശുദ്ധനായവൻ വന്ന് മനുഷ്യരുടെ മുമ്പാകെ ഒരു ദൈവഭക്തൻ എങ്ങനെ ജീവിക്കണം, ദൈവത്തിൻ്റെ ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് വ്യക്തമായി കാണിച്ച് തന്നു. എന്നിട്ട് പിതാവ് പറയുകയാണ്, ഫോളോ ഹിം. മനസ്സിലായോ? അവനെ
അനുഗമിക്കുക. ഇതാണ് ബൈബിളിലെ എല്ലാ കമാൻഡ്സിൻ്റെയും അർത്ഥം. പത്രോസിൻ്റെ ലേഖനത്തിൽ അവൻ നമ്മൾക്കൊരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്തിനു വേണ്ടി അതവിടെ എഴുതിയിട്ടുണ്ട്. നാം പിന്തുടരുവാൻ. Whatever he has done, do the same with the same attitude. അവൻ കാണിച്ചു തന്ന ഓരോ കാര്യങ്ങളും അവൻ ചിന്തിച്ചതുപോലെ, അവൻ കരുതിയതുപോലെ ചെയ്യുവാനായിട്ടാണ് നമുക്ക് ഭരമേൽപ്പിച്ചിരിക്കുന്നത്. നമ്മൾ ഈ ചർച്ചിൽ കടന്നു വരുന്നതും സഭയിൽ നിന്ന് ശുശ്രൂഷകൾ പ്രാപിക്കുന്നതും എന്തിനു വേണ്ടിയാ? ഈ ലക്ഷ്യത്തിന് വേണ്ടിയാണ്. നമ്മൾ എക്സോർട്ടേഷൻസ് പ്രാപിക്കുന്നത് എന്തിനാ? നമ്മുടെ കർത്താവിനെ പോലെ ആയിത്തീരാൻ വേണ്ടിയാ. ഈ ബിഗർ പസിൽ എന്ന് പറഞ്ഞാൽ അതിലുള്ള കട്ടകളാണ് നമ്മൾ ഈ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ ആർ പ്രാർത്ഥിച്ച പോലെ പ്രാർത്ഥിക്കാനാ ദൈവം നമ്മളോട് പറയുന്നേ? തൻ്റെ പുത്രൻ. വചനം ധ്യാനിക്കണം. ആർ ചിന്തിച്ച് ചെയ്തതുപോലെ? ബാല്യം മുതൽ വചനം പഠിച്ച കർത്താവിനെ പോലെ. കർത്താവിനെ ആരാധിക്കണം എന്ന് പറയുമ്പോൾ കളങ്കമില്ലാതെ ആരാധിച്ച പുത്രനാണ് നമ്മുടെ മാതൃക. അവൻ സകലത്തിനും മാതൃകയാണ്. സ്നേഹത്തിന് അവൻ മാതൃകയാണ്. താഴ്മയ്ക്ക് അവൻ മാതൃകയാണ്. എല്ലാ ദിവ്യ സ്വഭാവങ്ങൾക്കും അവൻ മാതൃകയാണ്. അവനാണ് ദൈവത്തെ ഈ ഭൂമിയിൽ പ്രദർശിപ്പിച്ചത്. അവനെ പോലെ ആയാൽ ആരെ പോലെയാകും? നമ്മൾ ദൈവത്തെ പോലെയാകും. അപ്പോൾ ദൈവമക്കൾ എന്ന പദത്തിൻ്റെ അർത്ഥം നമ്മിൽ യഥാർത്ഥത്തിൽ നിറവേറും. നമ്മൾ പലപ്പോഴും ദൈവമക്കൾ എന്നുള്ള സ്ഥാനം നമുക്കുണ്ടെന്ന് ചിന്തിച്ച് നടക്കുന്നവരാണ്. അത് സത്യവുമാണ്. പക്ഷേ ആ ദിവ്യ സ്വഭാവം നമ്മളിൽ പ്രദർശിപ്പിക്കപ്പെടാത്തിടത്തോളം ആ വാക്ക് യഥാർത്ഥത്തിൽ നമ്മൾ അർത്ഥവത്താക്കുന്നില്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞു. ഞാൻ വ്യാജം പറഞ്ഞാൽ, നുണ പറഞ്ഞാൽ, ഞാൻ ദൈവമകൻ എന്ന് പറയുന്നതിനകത്ത് ഒരു അർത്ഥവും ഇല്ല. കാരണം നമ്മുടെ പിതാവ് അവനിൽ ഇരുട്ടൊട്ടും ഇല്ലാത്തവനാ. അവൻ വ്യാജം പറയുന്നവനല്ല. അങ്ങനെ തന്നെയാ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. വ്യാജം പറയുവാൻ ദൈവം മനുഷ്യനല്ല. ഞാൻ പറയുന്നതിൻ്റെ ആശയം മനസ്സിലായോ? അപ്പോൾ നമുക്ക് തോന്നും, ഇത് ശരിയാ സഹോദര, ഞങ്ങൾക്ക് ഇതൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ ഞങ്ങളെ കൊണ്ട് നടക്കുന്നില്ലല്ലോ. ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. ദൈവം അതിനുള്ള പരിഹാരവും തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനും ഒരു ഒഴികഴിവ് നമുക്ക് ഇല്ല. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 7 വരെയുള്ള ഭാഗം നമുക്കൊന്ന് വായിക്കാം. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 4 തൊട്ട് 7 വരെയുള്ള ഭാഗങ്ങൾ. അവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നീടൊക്കെ വായിക്കാം. അപ്പൊ കാലത്തിന്റെ സമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി പാപമില്ലാത്ത പരിപാവനനായിട്ട് ഈ ഭൂമിയിലേക്ക് അയച്ചു. എന്തിനു വേണ്ടി അയച്ചത്? നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന്. അഥവാ നമ്മൾ ദൈവമക്കൾ എന്നുള്ള സ്ഥാനം നശിപ്പിച്ച് കളഞ്ഞവരാണ് ഏദൻ തോട്ടത്തിൽ. അത് റീഇൻസ്റ്റേറ്റ് ചെയ്യുവാൻ, അത് നമുക്ക് പിന്നെയും തിരികെ തരുവാൻ നമ്മൾ ദൈവത്തെ സ്തുതിക്കണം, സ്തോത്രം പറയണം. എന്താ കാരണം എന്നറിയോ? കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നില്ലായിരുന്നെങ്കിൽ ഒരിക്കലും നമുക്ക് നഷ്ടപ്പെട്ടത് തിരിച്ച് കിട്ടില്ലായിരുന്നു. സ്തോത്രം. എന്നാൽ തിരിച്ചു കിട്ടി. അതിന് ഒരേ ഒരുത്തനെയാണ് കാരണക്കാരൻ, കർത്താവായ യേശു ക്രിസ്തു. അവൻ പുത്രത്വം തിരിച്ചു തന്നു നമുക്ക്. അടുത്തത് തുടർന്ന് വായിക്കാൻ മോനെ. 6. മതി. 6-ാമത്തെ വാക്യം ശ്രദ്ധിക്കുക. ദൈവം എന്ത് ചെയ്തെന്നാ? നിങ്ങൾ മക്കളാകൊണ്ട്, സ്ഥാനപരമായി നമ്മളെ മക്കളാക്കി ദൈവം പുത്രനിലൂടെ. എന്നിട്ട് എന്ത് ചെയ്തെന്നാ? നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ, ആ വാക്യം നിങ്ങൾ അണ്ടർലൈൻ ചെയ്തിടണം. അതെന്താ കാരണം എന്ന് ചോദിച്ചാൽ, നമുക്ക് തന്നിരിക്കുന്നത് പുത്രന്റെ സെയിം സ്പിരിറ്റാണ്. പറഞ്ഞു മനസ്സിലായോ? സെയിം സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ പുത്രൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ എങ്ങനെ പിതാവിനെ പ്രസാദിപ്പിച്ചുവോ അത് സമ്പൂർണമായി ചെയ്യുവാനുള്ള
എൻജിൻ നമ്മുടെ ഉള്ളിലുണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ ആശയം മനസ്സിലായോ? എൻജിനെന്ന് ഞാൻ പറഞ്ഞാൽ ദൈവാത്മാവിനെയാണ് ഞാൻ കുറിക്കുന്നത്. നമ്മൾ പുത്രനെ പോലെ തന്നെ നടക്കുവാൻ, പുത്രനെ പോലെ സംസാരിക്കുവാൻ, പുത്രനെ പോലെ കാണുവാൻ, പുത്രനെ പോലെ കേൾക്കുവാൻ, പുത്രനെ പോലെ പ്രവർത്തിക്കുവാൻ, പുത്രനെ പോലെ സംസാരിക്കുവാൻ, എല്ലാറ്റിനും മതിയായ അതേ ആത്മാവിനെ വിതൗട്ട് എനി ഓൾട്ടറേഷൻ നമുക്ക് നൽകിയിട്ടുണ്ട്. ഇപ്പം എവിടെ പ്രശ്നം? പുത്രത്വം നമുക്ക് നൽകി, ദൈവമായി നമുക്ക് നിരപ്പ് നൽകി, സ്ഥാനം നൽകി. ദൈവം തൻ്റെ പുത്രൻ്റെ അതേ ആത്മാവിനെ നമുക്ക് അങ്ങ് തന്നു. ഇനി അനുസരിച്ച് നടക്കാൻ പറ്റാത്ത വല്ല കാര്യമുണ്ടോ? ഇല്ല. എന്നിട്ട് പറയുകയാണ്, അങ്ങനെ നീ ഇനി ദാസൻ അല്ല പുത്രൻ അത്രേ. പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയുമാകുന്നു. പുത്രൻ്റെ അവകാശത്തിലേക്കാണ് ദൈവം നമ്മളെ കടത്തി വിട്ടിരിക്കുന്നത്. അതിന് മറ്റൊരു വാക്യം വായിക്കാനുണ്ട്, ഞാൻ പിന്നാലെ വായിക്കാം. പറഞ്ഞു വരുന്നതിൻ്റെ സാരം, ഈ ഭൂമിയിൽ യേശുവിനെ കർത്താവ് എന്ന് വായ് കൊണ്ട് ഏറ്റു പറഞ്ഞ് ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്ന ഒരു വ്യക്തിക്കും പാപത്തിൽ ജീവിക്കുവാൻ അവകാശം ഇല്ല. അതെന്താ? നിനക്ക് തന്നത് പരിശുദ്ധനായ പുത്രൻ്റെ ആത്മാവിനെയാണ്. അപ്പം ഞാൻ പാപം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഡെലിബറേറ്റ് അറ്റംപ്റ്റ് ആണ്. ഡെലിബറേറ്റ് അറ്റംപ്റ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? വളരെ മനഃപൂർവമായിരിക്കുന്ന പ്രവൃത്തിയാണത്. അതെന്താ? എന്നിലുള്ള ദൈവാത്മാവ് അതിനെ എന്നെ അനുവദിക്കുന്നില്ല. പിന്നെയോ ഞാനത് ചെയ്യുകയാണ്. ഒരു പ്രോബ്ലം ഉണ്ട് നമുക്ക്. അതെന്താണെന്ന് ചോദിച്ചാൽ, യേശുവിനെ കർത്താവ് എന്ന് ഞാൻ വായ് കൊണ്ട് ഏറ്റു പറയുന്നുണ്ടെങ്കിലും കർത്തൃത്വത്തെ സമ്പൂർണ്ണമായിട്ട് നമ്മളങ്ങ് അംഗീകരിക്കുന്നില്ല. അതാണ് നമ്മുടെ പ്രോബ്ലം. പകുതി പകുതി എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ കർത്താവ്, കുറച്ചൊക്കെ ഞാൻ. ഇതാണ് നമ്മുടെ കുഴപ്പം. അതുകൊണ്ടാണ് നമ്മൾക്ക് പാപം ചെയ്യാതെ ജീവിക്കാൻ കഴിയാതെ പോകുന്നത്. ഇറ്റ്സ് നോട്ട് ബിക്കോസ് വി ആർ നോട്ട് എക്യുപ്ഡ്. നമുക്കതിനുള്ള കഴിവ് ദൈവം തരാത്തതുകൊണ്ടല്ല. സ്വപുത്രൻ്റെ ആത്മാവ്, സ്വന്തം പുത്രൻ്റെ ആത്മാവ് നമുക്ക് കിട്ടിയാൽ അവനെ പോലെ ജീവിക്കുന്നതിന് പിന്നെ എന്താ തടസ്സം? ഒരു തടസ്സവുമില്ല. അവനെ പോലെ തന്നെ ജീവിക്കാനായിട്ട് ദൈവം നമ്മെ ശക്തീകരിച്ചിട്ടുണ്ട്. ഇപ്പം എവിടെ പ്രശ്നം എന്ന് ചോദിച്ചാൽ, ദൈവമക്കളെ, നമ്മൾക്ക് പറ്റുന്ന പറ്റ് നമ്മളുടെ സ്വയത്തെ നാം വെടിയുന്നില്ല എന്നുള്ളതാണ്. ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ നാം ഉപേക്ഷിക്കുന്നില്ല. അതിനെ പൂർണ്ണമായി ഉപേക്ഷിച്ചാൽ മാത്രമേ ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിക്കാൻ നമ്മൾക്ക് സാധിക്കുകയുള്ളൂ. ഇവിടെയാണ് ദൈവഭക്തി നമ്മളുടെ ഫെയിലാകുന്നത്. അതെന്തിനാണ് ഞാൻ കാണിച്ചു തരുന്നതെന്ന് ചോദിച്ചാൽ, എവിടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും നമുക്ക്. വൈ വി ആർ നോട്ട് ഗോഡ്ലി പീപ്പിൾ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടും. ഉത്തരം നമ്മളിൽ തന്നെയാണ് കിടക്കുന്നത്, ദൈവത്തിൻ്റെ കൈകളിലല്ല. നമ്മൾ എത്ര കടന്ന് കരഞ്ഞാലും അനുസരണക്കേടുള്ളിടത്തോളം ദൈവഭക്തനായിരിക്കാൻ നമ്മൾക്ക് കഴിയുകയില്ല. ഓ കർത്താവെ, എന്നെ അങ്ങ് വിശുദ്ധനാക്കണമേ എന്നൊന്ന് പ്രാർത്ഥിച്ചാൽ ഞാൻ വിശുദ്ധനാവില്ല. We need to dedicate ourselves to God. ദൈവത്തിനായിട്ട് നാം നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യം ഉണ്ട്. കർത്തൃത്വത്തെ നാം ശരിയായി മാനിക്കണം. അതിലേക്ക് ഞാൻ പിന്നീട് കടന്നു വരും, കർത്തൃത്വത്തിൻ്റെ വ്യവസ്ഥയെക്കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി. പക്ഷെ ഞാൻ പറയുക, കർത്താവ് എന്ന് പറഞ്ഞാൽ യജമാനൻ എന്നാണ് അർത്ഥം. യജമാനൻ്റെ മുമ്പിൽ ഞാൻ ഭയമുള്ളവൻ ആയിരിക്കണം. ഞാൻ പുത്രനാണ്, അത് ശരിയാണ്. പക്ഷേ എൻ്റെ കർത്താവിനോടുള്ള എൻ്റെ ആറ്റിറ്റ്യൂഡ് ഒരു ദാസൻ യജമാനനോട് എങ്ങനെയെന്ന പോലെ തന്നെ ആയിരിക്കണം. ഭയമുണ്ടായിരിക്കണം. ഈ ഭയമില്ലാത്തത് കൊണ്ടാണ് വല്ലപ്പോഴൊക്കെ ഒരു നുണവായാലും കുഴപ്പമില്ല, ആവശ്യമില്ലാത്തിടത്തേക്ക് കണ്ണൊന്ന് വെച്ചാലും കുഴപ്പമൊന്നുമില്ല, എന്തെങ്കിലും സ്ഥാനത്തിനൊക്കെ വേണ്ടി വല്ലവർക്കും ഒന്ന് പണി കൊടുക്കുക, അത് കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് പോയി കരയുക, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ. എൻ്റെ സഹോദരി സഹോദരന്മാരെ, ദൈവത്തെ ഫൂൾ ചെയ്യാൻ പറ്റുകയില്ല. ദൈവം നമ്മുടെ ഉള്ളാണ് നോക്കുന്നത്. ദൈവത്തെ പറ്റിക്കാമെന്നൊന്നും നമ്മൾ കരുതണ്ട. നമ്മുടെ ഓരോ ആക്ടിവിറ്റീസിനെയും ദൈവം തൂക്കി വെച്ചിട്ടാണ് ഇരിക്കുന്നത്. ഇങ്ങനെയുള്ള കളികൾ കൊണ്ടൊന്നും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല.
മറിച്ച് നമ്മൾ ഒരു ഡിസിഷൻ എടുക്കണം നമ്മുടെ ജീവിതത്തിൽ. അതെന്താണ്? ആരെ ഞാൻ സേവിക്കും? ആ ഡിസിഷൻ എടുക്കണം. ദൈവത്തെയാണോ ഞാൻ സേവിക്കാൻ പോകുന്നത്, അത് എന്നെ തന്നെയാണോ സേവിക്കാൻ പോകുന്നത്? ഈ തീരുമാനം നമ്മൾ അൾട്ടിമേറ്റായിട്ട് തീരുമാനിക്കേണ്ടത് ആവശ്യമാണ്. കർത്തൃത്വമാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിനായിട്ട് നമ്മെ തന്നെ സമർപ്പിച്ച് കൊടുക്കണം. അങ്ങനെ നീ കൊടുത്താൽ ദൈവം ബാക്കിയുള്ള കാര്യം ചെയ്യാൻ ദൈവാത്മാവിനെ നമ്മളിൽ തന്നിട്ടുണ്ട്. ആരുടെ ആത്മാവിനെ? സ്വന്തം പുത്രൻ്റെ ആത്മാവിനെ തന്നിട്ടുണ്ട്. ഞാൻ പറയാം, പാപത്തോട് നോ പറയാൻ ദൈവത്തിൻ്റെ ഭക്തനായി ജീവിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. മറിച്ച് ചെയ്യാനാണ് പണി മുഴുവൻ. അപ്പോൾ അത് പറയുമ്പോൾ ഈ സഹോദരൻ, ഷോണി സഹോദരൻ ഇങ്ങനെയൊക്കെ പറയാനായിട്ട് എങ്ങനെയാണ് പറ്റുക? എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ ഒരു കാലത്ത് ഈ സ്ട്രഗിൾ ഉണ്ടായിരുന്ന മനുഷ്യനാണ്. ഏത് സ്ട്രഗിള്? ഈ പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് കളയുന്ന കാര്യത്തിൽ വളരെ സ്ട്രഗിൾസ് ഉണ്ടായിരുന്നൊരു മനുഷ്യനാണ്. അനേക വർഷങ്ങൾ ഞാൻ ഇതിനെതിരെ യുദ്ധം ചെയ്തിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൻ്റെ ഗ്രാഫ് ഒന്ന് വരച്ചാൽ, ഒന്ന് പച്ച പിടിച്ച് വരുമ്പോഴേക്കും അടുത്ത വീഴ്ച വരും. ഗ്രാഫ് ഞാൻ അങ്ങനെ ഒരു ഗ്രാഫിനെയാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഒരു താഴ്ച വരും, പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് എഴുന്നേറ്റ് കുറച്ചുകൂടെ ഓടും, ഇതാ കിടക്കും, പിന്നെ എഴുന്നേൽക്കും, പിന്നെ ഓടും, പിന്നെയും കിടക്കും. ഇതായിരുന്നു എൻ്റെ ജീവിതം. വീണും എഴുന്നേറ്റും ഓടുന്ന ഒരു ക്രിസ്തീയ ജീവിതമായിരുന്നു എൻ്റേത്. അതെന്താ അങ്ങനെ പറ്റിയെന്ന് ചോദിച്ചാൽ, എൻ്റെ ഫോക്കസ് എനിക്ക് കൃത്യമായിട്ട് അറിയില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു കൊണ്ടിരുന്നത് സഭയിൽ കുറേ ശുശ്രൂഷയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആത്മീകനാണ്. പൊതുവെ അങ്ങനെയാണല്ലോ നമ്മളെക്കുറിച്ച് പറയാം. എല്ലാ ശുശ്രൂഷകളിലും പങ്കാളിയാണെങ്കിൽ നല്ല ആത്മീകനാണ്. അതിലൊക്കെ ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു. എന്നാൽ എന്നെക്കുറിച്ചിട്ടുള്ള ദൈവ ഇഷ്ടം എൻ്റെ കർത്താവിനെ പോലെ ഞാൻ ആയിത്തീരണം എന്നുള്ളതാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞപ്പോഴാണ് എൻ്റെ കുറവ് ഞാൻ ശരിക്ക് മനസ്സിലാക്കിയത്. ഞാൻ ഈ പ്രവൃത്തികൾ കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ എന്നിൽ നിന്ന് എൻ്റെ കർത്താവ് ആഗ്രഹിക്കുന്നത് പ്രവൃത്തികളാൽ അവനെ പ്രസാദിപ്പിക്കുകയല്ല, പിന്നെയോ അവനെ പോലെ ആയിത്തീരുന്നതിലാണ് അവൻ്റെ പ്രസാദമുള്ളത്. ഇതാണ് ദൈവഭക്തി. അത് തിരിച്ചറിഞ്ഞപ്പോൾ എൻ്റെ ഫോക്കസ് മാറി. ഇനി കേവലം കുറേ പ്രവൃത്തികളല്ല എന്നെ ദൈവസന്നിധിയിൽ ഞാനാക്കുന്നത്, പിന്നെയോ ഞാൻ എത്രമാത്രം എൻ്റെ കർത്താവിനെ പോലെ ആണ് എന്നുള്ളതാണ്. ഈ മാറ്റം സംഭവിച്ചപ്പോൾ പിന്നെ പാപത്തിന് എൻ്റെ മേൽ സ്വാധീനമില്ലാതെയായി. അതെന്താ? പാപത്തിന് എൻ്റെ മേൽ സ്വാധീനമില്ല. കാരണം എൻ്റെ ടാർഗറ്റ് മാറി. എൻ്റെ ടാർഗറ്റ് കുറച്ച് പ്രവൃത്തികളല്ല. പിന്നെ എൻ്റെ ടാർഗറ്റ് എന്താണ്? എൻ്റെ കർത്താവിനെ പോലെ എനിക്ക് ആയിത്തീരണം. അവൻ സംസാരിച്ചതുപോലെ സംസാരിക്കണം, അവൻ കണ്ടതുപോലെ കാണണം, അവൻ കേട്ടതുപോലെ കേൾക്കണം, അവൻ പ്രവർത്തിച്ചതുപോലെ പ്രവർത്തിക്കണം, അവൻ ചിന്തിച്ചതുപോലെ ചിന്തിക്കണം. ആ ടാർഗറ്റ് വന്നപ്പോൾ പാപത്തിന് എന്നിൽ സ്ഥാനമില്ല, ഫാന്റസികൾക്ക് എന്നിൽ സ്ഥാനമില്ല. എൻ്റെ കണ്ണുകൾ ഞാൻ പാപത്തിന് വിട്ടുകൊടുക്കുകയില്ല. കാരണം എനിക്കൊരു നിയമമുണ്ട്. ഈ നിയമം ഇയ്യോബിനുണ്ടായിരുന്നു. നിങ്ങൾ വായിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ കണ്ണിനോടൊരു നിയമം ചെയ്തിരിക്കുന്നു. പിന്നെ ഞാനൊരു കന്യകയെ നോക്കുന്നത് എങ്ങനെ? എൻ്റെ കണ്ണിനോടൊരു നിയമം ഞാൻ ചെയ്തു. എൻ്റെ കർത്താവിനെ പോലെ ആയിരിക്കണം എൻ്റെ കണ്ണ്. പിന്നെ എനിക്ക് ആവശ്യമില്ലാത്തടത്തേക്ക് പോകാൻ പറ്റില്ല. ഈ നിയമം നമ്മളിൽ വരുമ്പോഴാണ് നമ്മൾ പാപത്തെ ജയിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഇപ്പം പെർഫെക്റ്റ് അല്ല, പെർഫെക്റ്റ് ഒന്നുമല്ല. പക്ഷേ ഐ നോ വെൻ ഐ ആം ഫോളിങ്. എനിക്കറിയാം ഞാൻ എപ്പോഴാണ് വീഴുന്നത് എന്ന്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ ജാഗരൂകനായി എഴുന്നേറ്റ് എൻ്റെ കർത്താവിനോട് ഞാൻ അപേക്ഷിക്കും, അതേ കർത്താവേ, ഞാൻ നിന്നെ പോലെ ആകണം. എൻ്റെ രാവിലത്തെ പ്രാർത്ഥന അതാണ്. കർത്താവേ, ഞാൻ നിന്നെ പോലെ ആയിരിക്കണം. അതാണ് എൻ്റെ പ്രാർത്ഥന. എൻ്റെ പ്രിയമുള്ളവരെ, എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച വസ്തുത. ഇനിമേൽ പാപത്തിന് എൻ്റെ മേൽ കർത്തൃത്വമില്ല. റോമാലേഖനം 6 അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്, പാപത്തിന് എൻ്റെ മേൽ കർത്തൃത്വമില്ല. ഹി കനോട്ട് റൂൾ എനിമോർ. കാരണം എൻ്റെ കർത്തൃത്വം എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിലാണ്. ഒരു മാറ്റം അവിടെ ശരിക്ക് നടന്നു. ഇതാണ് നമുക്ക് ആവശ്യം. എൻ്റെ കുഞ്ഞുങ്ങളെ, പ്രത്യേകിച്ച് നിങ്ങളെ ഞാൻ ഫോക്കസ് ചെയ്യുകയാണ്. കാരണം നിങ്ങൾക്ക് ഈ സ്ട്രഗിൾസ് ഉണ്ടായിരിക്കും ത്രൂ ഔട്ട്. പക്ഷെ നിങ്ങളുടെ ഹൃദയം കൃത്യമായ ദൈവസന്നിധിയിൽ ഫോക്കസ്ഡ് ആണെങ്കിൽ, കർത്താവിനെ പോലെ ആകാനാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ, പിശാചിന് നിങ്ങളുടെ മേലുള്ള സ്വാധീനം കുറഞ്ഞു വരും. ബൈബിളിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, അവൻ നിങ്ങളോട് അടുത്തു വരും. പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും.
അവന് നിങ്ങളുടെ മേൽ സ്വാധീനം ഉണ്ടാകുകയില്ല. കാരണം നിങ്ങൾ ക്രിസ്തുവിനെ പോലെ ആകുവാൻ നിങ്ങളെ തന്നെ സൂക്ഷിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ മേൽ പാപത്തിന് സ്വാധീനം കുറഞ്ഞു വരും. നിങ്ങൾ ജയാളികളായി തീരും. അതാണ് അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനത്തിൻ്റെ 7ാം അധ്യായത്തിൻ്റെ അവസാനം പറയുന്നത്. ഇതിലൊക്കെയും നാം ജയം പ്രാപിക്കുന്നു. ആർ മുഖാന്തരം? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവൻ മുഖാന്തരം നമുക്ക് ജയമുണ്ട് പ്രിയമുള്ളവരെ. ഈ സത്യം വിശ്വാസികൾ അറിഞ്ഞിരിക്കണം. ലക്ഷ്യം തെറ്റരുത്. ഈ ലക്ഷ്യം നമ്മുടേത് തെറ്റരുത്. അത് സെറ്റ് ചെയ്യേണ്ടടുത്ത് സെറ്റ് ചെയ്തോളണം. അല്ല എങ്കിൽ നമ്മൾ തെറ്റിപ്പോകും. ലോകത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ അത് നമ്മളെ നിലനിർത്തുകയില്ല. സഭയിൽ ചില കാര്യങ്ങളാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ നിലനിർത്തുകയില്ല. മിനിസ്ട്രീസ് ആണ് എൻ്റെ ലക്ഷ്യമെങ്കിൽ നിലനിർത്തുകയില്ല. എന്നാൽ എൻ്റെ ലക്ഷ്യം കർത്താവായ യേശു ക്രിസ്തു ആണെങ്കിൽ അത് എന്നെ എന്നേക്കും നിലനിർത്തുന്ന സത്യമായിരിക്കും. കാരണം അവൻ മാത്രമാണ് മാറ്റമില്ലാത്തവൻ. ഹി നെവർ ചേഞ്ചസ്. ഹി സ്റ്റാൻഡേർഡ് നെവർ ചേഞ്ചസ്. അവനാണ് നമ്മുടെ ലക്ഷ്യം. അവനെ പോലെ ആയിത്തീരണം. ഇതാണ് നമ്മൾ മുമ്പേ വായിച്ച വാക്യം. പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പി ലേഖനത്തിൽ പറയുന്നത്. ഞാൻ അവനെ നേടണം, അവനിൽ ഇരിക്കണം, അവനോട് അനുരൂപനാകണം, അവൻ്റെ കഷ്ടങ്ങളുടെ കൂട്ടായ്മ എനിക്ക് അനുഭവിക്കണം. ഇതിൻ്റെയൊക്കെ അർത്ഥം അതാണ് പ്രിയമുള്ളവരെ. ആ കാഴ്ചപ്പാടായിരുന്നു അപ്പോസ്തലന്മാർക്കുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് കഷ്ടത എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയമൊന്നും ആയിരുന്നില്ല. അതെന്താ? കഷ്ടതയുടെ മധ്യേയും അവർ കർത്താവിലേക്ക് നോക്കിക്കൊണ്ട് എൻ്റെ കർത്താവിനെ പോലെ ഞാൻ ആയിത്തീരുകയാണെന്ന് മനസ്സിലാക്കുമ്പോൾ കഷ്ടത സാരമില്ല എന്നെണ്ണാൻ അവരെ കൊണ്ട് കഴിഞ്ഞു. ലക്ഷ്യം കറക്റ്റാണെങ്കിൽ ഈ ലോകത്തിലുള്ള ഒരു കാര്യത്തിനും പിന്നെ നമ്മളെ പിടിച്ചു നിർത്താൻ സാധ്യമല്ല. അങ്ങനെയാണ് അപ്പോസ്തലൻ പറയുന്നത്, ഇതിലൊക്കെയും ഞാൻ ജയം പ്രാപിക്കുന്നു. നമ്മൾ ജയം പ്രാപിക്കുന്നു. അതാണ് അതിൻ്റെ സീക്രട്ട്. അതുകൊണ്ട് നമ്മൾ അതൊരിക്കലും മറന്നു പോകാനിടയാകരുത്. അതുകൊണ്ട് ദൈവമക്കൾ എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാന പദ്ധതി. മനസ്സിലായല്ലോ? ഈ സഭ എന്ന സംവിധാനം ദൈവം ഉണ്ടാക്കിയിരിക്കുന്നത് മക്കളെ ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ്. തെറ്റിദ്ധരിക്കരുത്. ദൈവമക്കളെ പുത്രന്റെ സ്വരൂപത്തിൽ മോൾഡ് ചെയ്തെടുക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ദൈവസഭ. അത് ആവശ്യമാണ്. ഇല്ലെങ്കിൽ നമ്മൾ വേണ്ട വളർച്ച പ്രാപിക്കുകയില്ല. പക്ഷേ ഇതായിരിക്കരുത് നമ്മുടെ ലക്ഷ്യം. ഞാൻ പറഞ്ഞു മനസ്സിലായോ? സഭ ആയിരിക്കരുത് നമ്മുടെ ലക്ഷ്യം. അതിൽ തട്ടിത്തടഞ്ഞ് വീണ് കിടക്കുന്ന കുറേ പേരുണ്ട്. ലക്ഷ്യം തെറ്റിപ്പോയി. അതിൽ സ്ഥാനങ്ങൾ കിട്ടാൻ വേണ്ടി, മാനങ്ങൾ കിട്ടാൻ വേണ്ടി ദൈവത്തിൻ്റെ സ്വഭാവം പ്രദർശിപ്പിക്കാതെ എതിരാളിയുടെ സ്വഭാവം പ്രദർശിപ്പിക്കുന്ന അനേകരെ ഞാൻ എൻ്റെ ജീവകാലത്തിൽ കണ്ടിട്ടുണ്ട്. ലക്ഷ്യം തെറ്റിപ്പോയി. നോ, നമ്മൾ ഈ ഭൂമിയിൽ ആരുമല്ല എന്ന് കരുതിക്കോ, ഏറ്റവും അപ്രശസ്തനാണെന്ന് കരുതിക്കോ. പക്ഷേ എൻ്റെ കർത്താവിൻ്റെ ഇമേജ് എൻ്റെ മേലെ ഉണ്ടെങ്കിൽ ഞാനായിരിക്കും ദൈവസന്നിധിയിൽ വലിയവൻ. അതെന്താ? കർത്താവ് അതാ നോക്കുന്നത്. കർത്താവിന് കുറേ മിനിസ്ട്രിയുടെ നമ്പേഴ്സ് അല്ല ആവശ്യം. അതൊന്നും വേണ്ടെന്നല്ലാട്ടോ ഞാൻ പറയുന്നത്. അതൊക്കെ വേണം. ഭക്തൻ അതൊക്കെ ചെയ്യും. അവൻ വിജയിക്കുന്നവനായിരിക്കും, വിജയാളിയായിരിക്കും. അവൻ്റെ മിനിസ്ട്രിയും വിജയിക്കും. കാരണം അതിനെ വിജയിപ്പിക്കാൻ ദൈവം അവൻ്റെ കൂടെ ഉണ്ട്. പക്ഷെ അതല്ല അവൻ്റെ ലക്ഷ്യം. അവൻ ദൈവത്തെയാണ് ഒന്നാമത് ഫോക്കസ് ചെയ്യുന്നത്. അതിൽ നിന്നാണ് മറ്റെല്ലാത്തിലേക്ക് അവൻ പോകുന്നത്. അതുകൊണ്ട് ദൈവം നോക്കുന്നത് ഇങ്ങനെയുള്ള മനുഷ്യരെയാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ വിലപിക്കുന്നത്, ഭക്തന്മാർ മനുഷ്യരുടെ ഇടയിൽ കുറഞ്ഞു പോകുന്നു. ഭക്തന്മാരുടെ കുറവാണ് കുറവ്. അതെന്താ? ഒരു ഭക്തൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ലോകത്തെ കീഴ്മേൽ മറിക്കാൻ കഴിവുള്ളതാണ്. ഒരു ഭക്തൻ്റെ പൊട്ടൻഷ്യൽ ലോകത്തെ കീഴ്മേൽ മറിക്കാൻ മതിയായതാ. അത് നമ്മൾ മനസ്സിലാക്കണം. ഒരുപാട് പേരേക്കാൾ ഒരു ഭക്തന് അനേക കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ വീണ്ടും ജനിക്കുന്ന നാൾ മുതൽ ദൈവം, സ്വർഗത്തിലെ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം ഒരു വ്യക്തിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാ? തൻ്റെ പുത്രൻ്റെ ഇമേജ് അവൻ്റെ മേൽ ഉളവാകുവാനായിട്ട്. അതാണ് ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിനോട് സാമ്യമുള്ളവനായി തീരുവാൻ അവനെ പണിതുകൊണ്ടിരിക്കുകയാണ്. എഫേസ്യർ 2:10 നമുക്ക് വായിക്കാം.
എഫേസ്യർ 2:10. ആ, നാം അവൻ്റെ കൈപ്പണിയായി. ആദ്യത്തെ മനുഷ്യനായ ആദമിനെ ദൈവം കൈകൾ കൊണ്ടാണ് മെനഞ്ഞത്, അല്ലേ? അത് നഷ്ടപ്പെട്ടു പോയി. എന്നാൽ ഇപ്പോൾ ദാ ദൈവം കൈപ്പണിയായി മറ്റൊരു സൃഷ്ടികളെ ഉണ്ടാക്കുകയാണ്. അതാണ് നമ്മളെ ഓരോരുത്തരെയും കൈപ്പണിയായി. ആ പദമൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതാ. നമ്മളെ ഓരോരുത്തരെയും ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും കൈപ്പണിയായിട്ടുണ്ടാക്കുക. യുണീക്ക്. നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ പ്രത്യേകിച്ച് ഞാൻ പറയാം, ഓരോരുത്തരും യുണീക്കാണ്. യുണീക്ക് എന്ന് പറഞ്ഞ അർത്ഥം അറിയാമല്ലോ. എന്നെപ്പോലെ ഞാൻ മാത്രമേ ഉള്ളൂ. സത്യമാണല്ലോ, അല്ലേ? എൻ്റെ റെറ്റിനയെ പോലെ വേറൊരുത്തിന് റെറ്റിന ഇല്ല. എൻ്റെ കൈവിരലിലെ ഇംപ്രഷനെ പോലെ വേറൊരുത്തിന് ഇംപ്രഷൻ ഇല്ല. ദൈവം അങ്ങനെ എല്ലാവരും ഉണ്ടാക്കിയിരിക്കുന്നത്. വി ആർ യുണീക്ക്. അത് ദൈവത്തിൻ്റെ കഴിവാണ്. നമ്മൾ ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യേണ്ട ആവശ്യം ഇല്ല. പ്രത്യേകിച്ച് മാതാപിതാക്കന്മാർക്ക് പറ്റാറുള്ള ഒരു പ്രശ്നമാണത്. ആ പിള്ളേർ അങ്ങനെയാണ്, എൻ്റെ മോള് അല്ലെങ്കിൽ എൻ്റെ മോൻ, എൻ്റെ പ്രിയ പിള്ളേർ അങ്ങനെ ചിന്തിക്കരുത്. ആ മോളല്ല നിങ്ങളുടെ കിട്ടിയ മോൾ അല്ലെങ്കിൽ മോൻ. യുവർ സൺ ഓർ ഡോട്ടർ ഈസ് യുണീക്ക്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അവരിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കുക. അല്ലാതെ അവർ മറ്റവരെ പോലെ ആകണമെന്ന് ചിന്തിക്കരുത്. ദാറ്റ് ഈസ് ടോട്ടലി റോങ്. അങ്ങനെ ചിന്തിക്കരുത്. ദൈവം നമ്മളെയൊക്കെ യുണീക്കായിട്ടാണ്, കൈപ്പണിയായിട്ടാണ് ഉണ്ടാക്കുന്നത്. സൽപ്രവൃത്തികൾക്കായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ശ്രദ്ധിക്കുക. കൈപ്പണിയായിട്ട് എന്തിനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? സൽപ്രവൃത്തികൾക്കായിട്ട്. അതിനായിട്ട് ദൈവം നമ്മെ മുന്നൊരുക്കിയതാണ്. എന്ന് പറഞ്ഞാൽ എന്നൊരുക്കിയതാണ്? ബിഫോർ ദ ഫൗണ്ടേഷൻസ് ഓഫ് ദ വേൾഡ്. ഈ ലോകം സൃഷ്ടിക്കുന്നതിനൊക്കെ മുമ്പ് ദൈവത്തിൻ്റെ ഇംപ്രഷൻ എടുക്കുവാൻ വേണ്ടിയാണ് നമ്മെ ഓരോരുത്തരെയും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. 2 പത്രോസ് 1:4. ആ, മതി. ഇപ്പം 2 പത്രോസ് 1:4 പറയുന്നത് എന്താണ്? എഫേസ്യർ 2:10 പറഞ്ഞു ദൈവം കൈപ്പണിയായിട്ട് നമ്മെ സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തു യേശുവിൽ സൃഷ്ടിച്ചതാണ്. ക്രിസ്തു യേശുവിൽ. ഇവിടെ പറയുന്നത് അവയാൽ എന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് വാഗ്ദത്തങ്ങളെ നൽകിയിരിക്കുന്നു എന്നുള്ള വാക്യം മേളിലൂടെ കൂടെ വായിച്ചാൽ അത് മനസ്സിലാവും. എന്നിട്ട് പറയാം, അവയാൽ അവൻ നമുക്ക് വിലയേറിയതും മഹത്വമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. ഇവയാൽ, ഈ വാഗ്ദത്തങ്ങളാൽ നിങ്ങൾ, ശ്രദ്ധിക്കുക, ആ പോയിന്റ് ശ്രദ്ധിക്കണം, നിങ്ങൾ ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. ഇപ്പം നമ്മളുടെ പർപ്പസ് സൽപ്രവൃത്തികൾക്കായിട്ട് ദൈവം നമ്മെ ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മൾ കണ്ടു. ഇവിടെ വായിക്കുക, നമ്മളെ വിളിച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശ്യം ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികൾ ആയി തീരണം. ദിവ്യ സ്വഭാവം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വഭാവം, ഡിവൈൻ നേച്ചർ. അതാണ് നമ്മുടെ പർപ്പസ്, വിളിയുടെ ഉദ്ദേശ്യം. അപ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ ലക്ഷ്യം ഒന്നായിരിക്കട്ടെ. ആ ലക്ഷ്യം ദൈവത്തെ പോലെ നമ്മളായി തീരണം. സമം ക്രിസ്തുവിനെ പോലെ നമ്മളായി തീരണം. അവനെ നോക്കണം. എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നാം ഏറ്റുപറയുന്ന അപ്പസ്തോലനും മഹാപുരോഹിതനുമായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ സൂക്ഷിച്ചു നോക്കണം. അവനെയാണ് നോക്കേണ്ടത്. അതെന്താ അവനെ നോക്കണം? അവൻ്റെ ക്യാരക്ടറാണ് നമ്മളിലേക്ക് പകർത്തേണ്ടത്. അവൻ ചെയ്തതുപോലെ നാം ചെയ്യുവാൻ, അങ്ങനെയാണ് ദിവ്യ സ്വഭാവം നമ്മളിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയാകുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്യന്തിക പദ്ധതി എന്ന് പറയുന്നത് തൻ്റെ ഏകജാതനായ പുത്രനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവങ്ങളുടെ നേർപ്രതിഫലനങ്ങൾ എന്ന് പറഞ്ഞാൽ അതേ ഇമേജിൽ അനേക മക്കളെ ഉണ്ടാക്കുക എന്ന പ്രക്രിയയിലാണ് ദൈവം ഇപ്പോൾ ആയിരിക്കുന്നത്. നമ്മൾ ഈ ക്ലോണിങ് എന്ന് പറയുന്ന ഒരു സംഭവത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ. ക്ലോണിങ് വാസ്തവത്തിൽ ദൈവമാണ് ക്ലോണിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സ്പെസിമൻ ഉണ്ടാക്കി. ആരാണ് സ്പെസിമൻ? കർത്താവായ യേശു ക്രിസ്തു. എന്നിട്ട് ദൈവാത്മാവ്, അതേ ആത്മാവ് നമ്മുടെ ഉള്ളിൽ തന്നു. എന്നിട്ട് അവൻ്റെ ദിവ്യ സ്വഭാവത്തെ നമ്മളിലേക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്.
നമ്മൾ ക്രിസ്തുവിനെ പോലെ ആയിത്തീരണം. അതാ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹി ഈസ് ക്ലോണിങ് ഹിസ് സൺ ഇൻ ടു അസ് സോ ദാറ്റ് വി മേ ബിക്കം ചിൽഡ്രൻ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ മക്കളായിട്ട് നാം തീരേണ്ടതിന് തൻ്റെ പുത്രൻ്റെ ദിവ്യ സ്വഭാവങ്ങളെ ദൈവം നമ്മളിലേക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈ തിരിച്ചറിവ് നമ്മൾക്കുണ്ടാകേണ്ടത് ആവശ്യമായി തീരണം. അങ്ങനെ നാം യേശുക്രിസ്തുവിൻ്റെ മന്ദിരങ്ങളായി, യേശുക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കുന്ന മന്ദിരങ്ങളായി തീരണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. എബ്രായർ 1:3 നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, അത് മതി മോനെ, അത്ര വായിച്ചാൽ മതി. അവൻ എന്ന് പറഞ്ഞിരിക്കുന്നത് യേശു ക്രിസ്തു, അവൻ്റെ എന്ന് പറഞ്ഞിരിക്കുന്നത് പിതാവായ ദൈവത്തിൻ്റെ. യേശു ക്രിസ്തു പിതാവായ ദൈവത്തിൻ്റെ തത്വത്തിൻ്റെ തേജസ്സിൻ്റെ പ്രഭയാണ്, തത്വത്തിൻ്റെ മുദ്രയാണ്. ഈ രണ്ട് വാക്കുകൾ എടുത്താൽ തേജസ്സിൻ്റെ പ്രഭ പിന്നെ ഇച്ചിരി കൂടെ മനസ്സിലാവും. തത്വത്തിൻ്റെ മുദ്ര ഒരാൾക്കും സാധാരണ മനസ്സിലാവില്ല, കാരണം മലയാളത്തിൽ ആ പദം വായിച്ചാൽ ഒന്നും കാര്യമായിട്ട് മനസ്സിലാവില്ല. ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ചെറുതായിട്ട്, നിങ്ങൾക്ക് അറിയാമായിരിക്കുമെങ്കിൽ പോലും. തേജസ്സിൻ്റെ പ്രഭ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ലൈറ്റിലേക്ക് നോക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ പ്ലേസിൽ, ട്യൂബിൽ അത് കാണില്ല, മറ്റേ സാധാരണ ലൈറ്റിലാണ് അത് കാണുക, സ്റ്റാർ പോലെ കാണാം. അങ്ങനെ ആ ബ്രൈറ്റ്നെസ് ഏറ്റവും കൂടുതലുള്ള ഭാഗത്ത് അത് വെട്ടിത്തിളങ്ങും. ആ വെട്ടിത്തിളങ്ങുന്ന ഭാഗത്തെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന തേജസ്സിൻ്റെ പ്രഭ എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ തേജസ്സിനെ വെട്ടിത്തിളങ്ങുന്ന പോലെ കാണിച്ചവനാണ് ആര്? കർത്താവായ യേശു ക്രിസ്തു. അതാണ് ഒന്നാമത്തെ പദം, തേജസ്സിൻ്റെ പ്രഭ. രണ്ടാമത്തെ പദം തത്വത്തിൻ്റെ മുദ്ര. അതിൻ്റെ അർത്ഥം എക്സ്പ്രസ് ഇമേജ് എന്നാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആ രൂപത്തെ അതിൻ്റെ എല്ലാ ബ്യൂട്ടിയോടും കൂടെ, എല്ലാ പെർഫെക്ഷനോടും കൂടെ മനുഷ്യർക്ക് കാണിച്ചു തന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. അതാണ് തത്വത്തിൻ്റെ മുദ്ര എന്ന പദത്തിൻ്റെ അർത്ഥം. ഇത് രണ്ടും അവനിലാണ്. പറഞ്ഞ മനസ്സിലായല്ലോ? അതുകൊണ്ടാണ് നാം അവനെ ഫോളോ ചെയ്യുവാനായിട്ട് ആവശ്യമുള്ളത്. 1 യോഹന്നാൻ 3:2. 1 യോഹന്നാൻ 3:2. പ്രിയമുള്ളവരെ, അവനോട് സദൃശന്മാർ ആകും എന്ന് നാം അറിയുന്നു. നമ്മൾ അൾട്ടിമേറ്റ്ലി കർത്താവ് പ്രത്യക്ഷനാകുമ്പോൾ നമ്മളിൽ വരാനുള്ള മാറ്റം, അല്ലെങ്കിൽ നമ്മൾ ആയിത്തീരാൻ പോകുന്നത് അവനോട് സാദൃശ്യമുള്ളവർ ആയിത്തീരും. അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ വിളിച്ചിരിക്കുന്നു. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ പോലെ ആയിത്തീരാൻ പോകുന്നു. ഇതാണ് നമ്മുടെ വിളി. അപ്പോൾ എന്തിനാണ് ഇതൊക്കെ എങ്ങനെ വിളിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന് ദൈവത്തിന് കൃത്യമായിട്ടുള്ള ഉത്തരം ഉണ്ട്. എന്താണ് കർത്താവേ നീ ചെയ്യുന്നത്? ഞങ്ങളെ ഇങ്ങനെ നിൻ്റെ പുത്രനെ പോലെയാക്കി തീർക്കുന്നത് എന്തിനാണ്? അതിന് കാരണമുണ്ട്. അതിലേക്ക് ഞാൻ പിന്നീട് കടന്നു വരും, നമുക്ക് ചിന്തിക്കാം. അപ്പോൾ എല്ലാ വിശ്വാസികളും വീണ്ടും ജനന നാളും മുതൽ സ്ഥാനപരമായി ദൈവമക്കളാണ്. പക്ഷേ പ്രായോഗികമായി നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി തീരണം. പ്രാക്ടിക്കലി വി ഷുഡ് ബിക്കം ചിൽഡ്രൻ ഓഫ് ഗാഡ്. അത് നമ്മൾക്ക് ദൈവം നൽകിയിരിക്കുന്ന ഉത്തരവാദിത്തമാണ്. മനസ്സിലായല്ലോ? അത് നമ്മൾ ഫുൾഫിൽ ചെയ്യണം. ദൈവമക്കൾ എന്നുള്ള സ്ഥാനം തന്നു, സ്വപുത്രൻ്റെ ആത്മാവിനെ തന്നു. ഇനി അത് വർക്കൗട്ട് ചെയ്യേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്തം ആണ്. ഇതുകൊണ്ടാണ് നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പിൻ എന്നുള്ള ഒരു പദം ബൈബിളിൽ ഉള്ളത്. രക്ഷയ്ക്കായി പ്രവർത്തിപ്പിൻ എന്ന് പറഞ്ഞിരിക്കുന്ന ആ രക്ഷ ആത്മരക്ഷയല്ല, പിന്നെയോ നിങ്ങളുടെ വിശുദ്ധീകരണം, അല്ലെങ്കിൽ പ്രസന്റ് ടെൻസിൽ രക്ഷയുടെ വർത്തമാനകാലം, ആ രക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം. അതെന്താ? അങ്ങനെ പ്രവർത്തിക്കുന്നവനാണ് ദൈവസന്നിധിയിൽ സ്റ്റാർസ് ആയി തീരുന്നത്. സ്റ്റാർസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ അല്ലേ? എല്ലാ ഗ്ലോറിയോടും കൂടെ നമുക്കറിയാം, സിനിമാ താരങ്ങൾ, അങ്ങനെയാണ് അവരെ വിളിക്കുക, താരങ്ങൾ, ഈ സ്റ്റാർസ് എന്ന് പറയുന്നതാ. പക്ഷേ ദാനിയേലിൻ്റെ പ്രവചന പുസ്തകത്തിൽ ഒരു സ്റ്റാർസിനെ കുറിച്ച്, അല്ലെങ്കിൽ ചില സ്റ്റാർസിനെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്? പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ. ആകാശമണ്ഡലം വാക്യം ഒന്ന് വായിക്കാം. ആകാശമണ്ഡലത്തിൽ പ്രഭ പോലെ, താരങ്ങളെ പോലെ ആയിത്തീരുമെന്ന് ഒരു പദപ്രയോഗം 12-ാം അധ്യായം, ദാനിയേൽ 12. അതിൻ്റെ
3-ാം വാക്യമാണ്. നക്ഷത്രങ്ങളെ പോലെ എന്നും എന്നേക്കും പ്രകാശിക്കും. അവരാണ് യഥാർത്ഥ സ്റ്റാർസ്. ദൈവത്തിൻ്റെ ആ ദിവ്യ സ്വഭാവം അവരുടെ മേൽ പേറിക്കൊണ്ട് നീതിമാൻ അനേകരെ നീതിയിലേക്ക് തിരിക്കുന്ന കർത്താവിൻ്റെ സാക്ഷികളാണ് യഥാർത്ഥ സ്റ്റാർസ്. അവർ ആണ് അനുഗ്രഹിക്കപ്പെടുന്നത്. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. കൊലോസ്യർ 3:10 കൂടെ നമുക്ക് വായിച്ച് നമുക്ക് ഈ ചിന്തയ്ക്ക് അവസാനമിടാം. കൊലോസ്യർ 3:10. അതെ, അപ്പൊ നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്? രക്ഷിക്കപ്പെട്ട നാൾ മുതൽ ദൈവം നമ്മിൽ പ്രവർത്തിക്കുന്നത് തൻ്റെ പുത്രൻ്റെ ഇമേജ് നമ്മളിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയാണ്. അവൻ്റെ ഇമേജ് നമ്മളിലേക്ക് കൊണ്ടുവരുക എന്ന് പറഞ്ഞാൽ പുത്രനെ പോലെയുള്ള രൂപം, പ്രവൃത്തി, ചിന്ത അത് നമ്മളിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനോടുള്ള ബന്ധത്തിൽ ഇവിടെ പറയാണ്, തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമ പ്രകാരം. സൃഷ്ടിച്ചവൻ, അവൻ്റെ പ്രതിമ കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് ഇവിടെ ഉദ്ധരിക്കുന്നത്. അതേ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന, ഓരോ ദിവസം ചെല്ലും തോറും പരിജ്ഞാനത്തിൽ പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. ഇതാണ് നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന മാൻഡേറ്റ്. ഞാനീ പറഞ്ഞു വരുന്നതിൻ്റെ ആശയം, ദൈവമക്കൾ എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രോഗ്രാം. ഈ കാലഘട്ടത്തിൽ ദൈവം തൻ്റെ പുത്രനെ പോലെ അനേക മക്കളെ ഉണ്ടാക്കുന്ന പ്രവൃത്തിയിലാണ്. നമ്മൾ അതിനോട് സഹകരിക്കണം. സ്ഥാനപരമായി നമ്മൾ ദൈവമക്കളാണ്. സ്വന്തം പുത്രൻ്റെ ആത്മാവിനെ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി അത് വർക്കൗട്ട് ചെയ്യേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. പ്രിയമുള്ളവരെ, എങ്ങനെയെങ്കിലും ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ചിട്ട് കാര്യമില്ല. നമ്മൾ വിളിച്ചിരിക്കുന്നത് കൃത്യം പർപ്പസ് ഉണ്ട്. ആ പർപ്പസ് തൻ്റെ പുത്രനെ പോലെ ആയിത്തീരുക എന്നുള്ളതാണ്. അതിനായിട്ട് നമുക്ക് അധ്വാനിക്കാം, അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, സഹകരിക്കാം, പ്രബോധിപ്പിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.